ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 പരീക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. +2 പരീക്ഷയിൽ, അതായത് ഇനി വരാനിരിക്കുന്ന +2 പാദവാർഷിക പരീക്ഷ എന്ന് പറയും. അതായത് നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം, ഓണപരീക്ഷ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഫസ്റ്റ് ടേം എക്സാമിൽ ഇക്കണോമിക്സിൽ നമുക്കറിയാം അതിൽ എന്തൊക്കെ പഠിച്ചു പോകേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സ്കൂളിൽ എടുത്തിട്ടുണ്ടാകും. പക്ഷേ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, നല്ല മാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ, മുൻകാല ക്ലാസ്സുകൾ കണ്ടു നോക്കുക, അതിന്റെ താഴെയുള്ള കമന്റ്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ഉപകാരപ്പെടും എന്നുള്ളത് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോ അതിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഇതിന്റെ തുടർച്ചയായിട്ടാണ് പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എക്കണോമിക്സിന്റെ മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് മാത്രമേ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ടേമിന് പഠിക്കാനുള്ളൂ. മൈക്രോ എക്കണോമിക്സിൽ 3 ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടായി. ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ടോപ്പിക്കുകൾ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരുന്നത്. അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാകും, നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് എന്ന് വിചാരിക്കുന്നു. മെറ്റീരിയലും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ, ക്ലാസ് വേണം എന്ന് നിർബന്ധമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി ക്ലാസ്സുകൾ തരാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും വരുന്ന നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് കൺസംഷൻ ബണ്ടിൽ എന്നുള്ളതാണ്. ഉപഭോഗ ബണ്ടിൽ എന്നുള്ളതാണ് ഒന്നാമത്തേത്. കൺസംഷൻ ബണ്ടിലാണ്. ഓക്കെ, രണ്ടാമത്തേതാണ് കൺസ്യൂമേഴ്സ് ബജറ്റ്. ഓക്കെ, കൺസ്യൂമേഴ്സ് ബജറ്റ് ഉപഭോക്താവിന്റെ ബജറ്റ് എന്നാണ് മലയാളത്തിൽ പറയാ. ഓക്കെ, ഉപഭോക്താവിന്റെ ബജറ്റ്. അപ്പൊ ഉപഭോക്താവിന്റെ ബജറ്റ് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ബജറ്റ് സെറ്റ് പഠിക്കണം. ബജറ്റ് സെറ്റ് എന്താണ്? ബജറ്റ് സെറ്റ് അങ്ങനെ തന്നെയാണ് അത് മലയാളത്തിൽ വരുന്നത്. ബജറ്റ് സെറ്റ് തന്നെയാണ് പറയാ. ഓക്കെ, അല്ലെങ്കിൽ ബജറ്റ് കൂട്ടം എന്ന് പറയാറില്ല, ബജറ്റ് സെറ്റ് തന്നെ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബണ്ടിൽസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, അതിൽ നിന്നാണ് നമ്മൾ ഈ ബജറ്റ് സെറ്റിൽ നിന്നാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്? ബജറ്റ് ലൈൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകുന്നത്. ബജറ്റ് ലൈൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എസ്എ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫസ്റ്റ് ടേം എക്സാമിനൊക്കെ എസ്എ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ബജറ്റ് ലൈൻ എന്ന് പഠിക്കണം. ബജറ്റ് ലൈൻ്റെ ഇക്വേഷൻ പഠിക്കണം. ബജറ്റ് ലൈൻ്റെ ഇക്വേഷനിലേക്ക് നമ്മൾ വില ആഡ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എന്താന്ന് പഠിക്കണം. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്താന്ന് പഠിക്കണം. പിന്നെ ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്താന്ന് പഠിക്കണം. ബജറ്റ് ലൈൻ വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് അതിൽ എസ്എ ആയിട്ട് വരിക. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ഇങ്ങനെ സെറ്റ് ആയിട്ട് തന്നാൽ 8 മാർക്കിലേക്ക് അത് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അത് മറക്കണ്ട, കൃത്യമായിട്ട് പഠിച്ചോളൂ. പഴയ ക്ലാസ്സുകളൊക്കെ ചാനലിലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ്? ഈ പിന്നെ ബജറ്റ് സെറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ചേഞ്ചസ് ആണ്. ബജറ്റ് ലൈനിന്റെ ചേഞ്ചസ് ആണ്. ഓക്കെ, ബജറ്റ് സെറ്റിന്റെ ചേഞ്ചസ് അല്ലെങ്കിൽ ബജറ്റ് ലൈനിന്റെ ചേഞ്ചസ്. ഓക്കെ, കർവുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് മാറും? അതായത് ഇൻകത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ മാറും. അതുപോലെ തന്നെ ഗുഡ്സിന്റെ പ്രൈസ് മാറുമ്പോൾ, അതായത് സാധനം വാങ്ങുന്ന ഉപഭോക്താവിന്റെ വരുമാനം മാറുമ്പോൾ ബജറ്റ് ലൈനിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ പിന്നെ ഈ വാങ്ങുന്ന സാധനത്തിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോഴും എന്താണ്? ബജറ്റ് ലൈനിൽ മാറ്റം ഉണ്ടാകും. ഓക്കെ, അതായത് വില കൂടുന്നു, വില കുറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 2 സാധനങ്ങളാണല്ലോ നമ്മളിവിടെ കൺസ്യൂം ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള 2 സാധനങ്ങളുടെ കേസിലും മാറ്റം ഉണ്ടാവും കേട്ടോ. അതൊക്കെയാണ് നമ്മൾ അതവിടെ പഠിക്കുന്നത്. ദെൻ മറ്റൊന്നാണ് മോണോടോണിക് പ്രിഫറൻസ്. എന്താണ് മോണോടോണിക് പ്രിഫറൻസ്? നിങ്ങൾ അങ്ങനെ തന്നെ അത് പഠിക്കണം. ആ വാക്ക് മോണോടോണിക് പ്രിഫറൻസ് എന്ന രീതിയിൽ തന്നെ അത് മലയാളീകരിച്ചിട്ടാണ് നമുക്ക് ആ ചോദ്യം വരാറുള്ളത്. മക്കളെ അത് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രതിസ്ഥാപനം എന്നാണ്. പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിസ്ഥാപന നിരക്ക് എന്താണ്? അതായത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS. ഓക്കെ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ചിലപ്പോൾ കാൽക്കുലേഷൻ ചോദിക്കാം.
അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് ഇൻഡിഫറൻസ് കർവ്, അതായത് നിസ്സംഗതാ വക്രം എന്ന് പറയും. ഓക്കെ, നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഈ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇൻഡിഫറൻസ് കർവിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഇൻഡിഫറൻസ് മാപ്പ്, ഇൻഡിഫറൻസ് മാപ്പ് എന്താണ്, ഇത് മൂന്നും കണക്റ്റഡ് ആണ്. ഓക്കെ, ഇൻഡിഫറൻസ് കർവ് എന്താണ്, ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്താണ്, അതുപോലെ ഇൻഡിഫറൻസ് മാപ്പ് എന്താണ് എന്ന് ചോദിക്കാം. ഇതൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതുപോലെ മറ്റൊന്നാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്, യൂട്ടിലിറ്റി ഫംഗ്ഷൻ. അവിടെ യൂട്ടിലിറ്റി പറയുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ആവാം, അതുപോലെ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ആവാം, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുണ്ടോ, 10ാം ക്ലാസ്സിലാന്ന് തോന്നുന്നുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂട്ടിലിറ്റിയെ കുറിച്ചൊക്കെ. ഓക്കെ, അതുപോലെ മറ്റൊന്നാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരെന്താണ്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിന്റെ മറ്റൊരു പേരാണ് ഏത്, ഈ എന്താണ് ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന് പറയും. ഒപ്റ്റിമൽ അല്ലെങ്കിൽ ഓപ്റ്റിമം ചോയ്സ് ഓഫ് എ കൺസ്യൂമർ, അതായത് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ന് നമ്മൾ മലയാളത്തിലാണ് അതിനെ വിളിക്കുക. ഓക്കെ, ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് ഈ ബജറ്റ് ലൈൻ നമ്മുടെ ഐ സി കർവിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയവും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ചിലപ്പോൾ 4 മാർക്കിന് എസ് എ വന്നേക്കാം. 4 മാർക്ക് അതിനും 4 മാർക്ക് ഇതിനായിട്ട് ടോട്ടൽ 8 മാർക്കിന് എസ് എ വന്നേക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് പബ്ലിക്കിന് കാണാറുണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ആ രീതിയിൽ ഇവിടുന്ന് ചോദ്യം വരാവുന്നേ ഉള്ളൂ. ദെൻ മറ്റൊന്നാണ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത്, ചോദന നിയമം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഡിമാൻഡ് നിയമം എന്ന് നമ്മൾ വിളിക്കും. ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഡിമാൻഡ് ഫംഗ്ഷൻ എന്താന്ന് പഠിക്കുക. ഡിമാൻഡ് ഫംഗ്ഷൻ റിലേഷൻ ആണ്. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്നുള്ളത്, അത് പഠിക്കുക. ഡിമാൻഡ് കർവ് പഠിക്കണം. ലോ ഓഫ് ഡിമാൻഡ് പഠിച്ച നിങ്ങൾക്ക് ഡിമാൻഡ് കർവ് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല. ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ ചോദന വക്രം പഠിക്കണം. അതുപോലെ ഡിമാൻഡ് ഷെഡ്യൂൾ പഠിക്കണം. ചോദന പട്ടിക എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ മറ്റൊന്നാണ് വൈ ഡസ് ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ് എന്ന് പറയും. ഓക്കെ, അതായത് പിന്നെ ചോദന വക്രം, അതായത് വില കുറയുമ്പോൾ വെൻ പ്രൈസ് ഫാൾസ്, വില കുറയുമ്പോൾ ചോദനം ഉയരുന്നത് എന്തുകൊണ്ട്, കൂടുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരാം. വൈ ഡസ് ഡിമാൻഡ് റൈസ് വെൻ പ്രൈസ് ഫാൾസ് എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ അവിടെ ചില ഇഫക്റ്റുകൾ ഉണ്ട്. ഒന്ന് മെയിൻലി ഇറ്റ് കോസസ് പ്രൈസ് ഇഫക്റ്റ്. ഓക്കെ, വില പ്രഭാവം കൊണ്ടാണ്. ആ വില പ്രഭാവത്തെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണ്, രണ്ടാമത്തേത് ഇൻകം ഇഫക്റ്റ് ആണ്. അതായത് പ്രതിസ്ഥാപന പ്രഭാവം, രണ്ടാമത്തേത് എന്താണ് വരുമാന പ്രഭാവം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനെ കണക്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ പഠിക്കേണ്ടത് ലീനിയർ ഡിമാൻഡ് എന്ന് പറയുന്ന ചെറിയൊരു ഇക്വേഷന്റെ ഭാഗമുണ്ട്. ലീനിയർ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓക്കെ, Q = A - BP എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഒക്കെ വെച്ചുകൊണ്ടുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർ ഡിറ്റർമിനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഓർ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഓക്കെ, ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, അതായത് ഒരു വസ്തുവിന്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? 4 ഘടകങ്ങളുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചോ, പരീക്ഷയ്ക്ക് എന്തായാലും വരുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഓക്കെ, ചേഞ്ചസ് ഇൻ ഡിമാൻഡ്, അതായത് ചോദന വക്രത്തിന്റെ മാറ്റം. ചോദന വക്രത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് 2 തരത്തിലാണ് സംഭവിക്കുക. ഒന്ന് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, രണ്ടാമത് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ്. ഓക്കെ, മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ്, രണ്ടാമത് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവിലൂടെയുള്ള മാറ്റം. ഇപ്പൊ നമ്മൾ ഒരു ഡിമാൻഡ് കർവ് വരച്ചാൽ, ഡിമാൻഡിന്റെ ഒരു കർവ് വരച്ചു കഴിഞ്ഞാൽ ആ ഡിമാൻഡ് കർവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഡിമാൻഡ് മാറി പോകുന്നതിനെയാണ് നമ്മൾ പിന്നെ മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് കർവ് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ എന്ത് ചെയ്യും, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്, ഏത്, ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡ് അല്ലെങ്കിൽ ഡിമാൻഡ് വക്രത്തിന്റെ മാറ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെന്താണ് ഷിഫ്റ്റ് ഓഫ് ദ ഡിമാൻഡും ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഓക്കെ, ദെൻ മറ്റൊന്ന് മാർക്കറ്റ് ഡിമാൻഡ് ആണ്. മാർക്കറ്റ് ഡിമാൻഡ് പഠിക്കണം, മാർക്കറ്റ് ഡിമാൻഡ് കർവ് പഠിക്കണം. മാർക്കറ്റ് ഡിമാൻഡ് ഒക്കെ ചിലപ്പോൾ ചെറിയ മാർക്കിനായിരിക്കും ചോദിക്കേണ്ടാവുക. ഓക്കെ, എന്തായാലും നിങ്ങൾ അത് പഠിച്ചിരിക്കണം. ദെൻ ഇതിലെ മറ്റൊരു ടോപ്പിക് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്.
എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഡിഗ്രികൾ എന്താണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട ഡിഗ്രികൾ എന്താണ് എന്ന് പഠിക്കുക. ഓക്കെ, അതിന്റെ അളവുകളാണ്, അതായത് വില ഇലാസ്തികതയുടെ ചോദനത്തിന്റെ വില ഇലാസ്തികതയുടെ ഡിഗ്രികൾ എന്തൊക്കെയാണ്. 5 ഡിഗ്രികൾ ഉണ്ട്. ആ 5 ഡിഗ്രികൾ കൃത്യമായിട്ട് പഠിക്കണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ മറ്റൊന്ന് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അവിടെ നമ്മൾ 3 മെത്തേഡുകളെ പറ്റി പറയുന്നത്, അതായത് നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അളക്കുന്ന മെഷർ ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, കൃത്യമായിട്ട് പഠിച്ചോളൂ. അതുപോലെ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. അതുപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന്റെ ഭാഗത്ത് നമുക്ക് ചിലപ്പോൾ ഒരു കാൽക്കുലേഷൻ ചോദിച്ചേക്കാം, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ എങ്ങനെ കാണേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ മുൻപത്തെ വീഡിയോകളിലുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നേരത്തെ സൂചിപ്പിച്ചു, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഭാഗം, അടുത്ത വീഡിയോ 3ാമത്തെ ചാപ്റ്റർ ആണ്. 3ാമത്തെ ചാപ്റ്റർ എന്താണ്, 3ാമത്തെ ചാപ്റ്റർ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിലൂടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് മുഴുവനായിട്ടും കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇതിന്റെ ക്ലാസ്, ഓരോ ടോപ്പിക്കിന്റെയും ക്ലാസ് എക്സ്പ്ലനേഷൻ ക്ലാസ്സുകൾ നോട്ടടക്കം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ചെയ്താൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ, താങ്ക് യു.